ഹായ് ഹലോ, ഞാൻ മനീഷ. എല്ലാവർക്കും സ്വാഗതം. 12 സെന്റില് 2500 സ്ക്വയർ ഫീറ്റിൽ വെച്ചിരിക്കുന്ന നല്ല അടിപൊളി ഒരു വീട് കാണിക്കാനാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ എല്ലാവരെയും ക്ഷണിക്കുന്നത്. കൊല്ലം ജില്ലയിലെ തഴുത്തലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സിയാൻ ഭീമ ദമ്പതികളുടെ വീടാണ് ഈ കാണുന്നത്. വീട്ടിലോട്ട് കയറി വരുന്ന വഴിക്ക് തന്നെ ഫ്രണ്ടിലായിട്ടാണ് കിണറിന്റെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട്, അത്രയും ഭാഗം ചിപ്സ് ആണ് നിരത്തിരിക്കുന്നത് കേട്ടോ. അത്രയും ഭാഗം നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ഏരിയ അവർ കൊടുത്തിരിക്കുന്നത്. ഇത് തേക്കൻ തടിയാണ് കേട്ടോ. തേക്കൻ തടിയിലാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറിന്റെയും പറയാനാണെങ്കിൽ ഇത് തേക്കിൻ്റെതാണ്. ഈ നമ്മുടെ എന്റെ ഹോം ടൂർ കണ്ടപ്പോൾ അതേ കണക്ക് തന്നെ നമ്മൾ നടുക്കൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് തടിയുടെ നടുക്കായിട്ടാണ് ഈ ഒരു ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് പുറത്തോട്ട് ആൾക്കാരെ കാണാൻ പറ്റും. അതുപോലെ നല്ലൊരു പിടി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏതൊരു വീടിന്റെയും ഭംഗി നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഡോറൊക്കെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ ഡോർ വളരെ നല്ല അട്രാക്റ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് തേക്കൻ തടിയാണ്. അതേ കണക്ക് തന്നെ അതാണ് ഫ്രണ്ടിൽ വളരെ നൈസായിട്ട് വളരെ സിംഗിൾ ആയിട്ടുള്ള രീതിയിൽ മറ്റൊരു ജനലും കൊടുത്തിട്ടുണ്ട്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്കിനി വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാവേ. ഇത് ഡബിൾ ഡോർ ആണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല സ്പേസും എന്താ പറയാ, നല്ല പീസ്ഫുള്ളും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ കാണിക്കാം. ഇവിടെ ഒരു ലിവിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇവിടെ ഒരു ലിവിങ് പോയിട്ടുണ്ട്. നല്ല സെറ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളർ നമ്മുടെ ഈ ഒരു വീടിന് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ കളർ അല്ലേ. അതുപോലെ തന്നെ ഭിത്തിയിലായിട്ട് ചെറിയൊരു ഫ്ലവറിന്റെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പിക്ചേഴ്സ് കാര്യങ്ങളൊന്നും ഞാൻ ഈ വീട്ടിൽ അങ്ങനെ ഒരുപാട് കണ്ടില്ല. അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നല്ലൊരു ക്ലാസ് ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടാണ് സോഫ കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ലിവിങ്, പിന്നെ ഈ ഒരു റിംഗ് ലൈറ്റ്, ഇത് വളരെ അട്രാക്റ്റീവ് ആണ് കേട്ടോ. നല്ല എന്താ പറയാ, ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. നല്ല രസമുണ്ട് അത് കാണാൻ. ഇവിടെയാണ് ടിവിയുടെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടിവിയുടേത് ഇവിടാണ് കൊടുത്തിരിക്കുന്നത്. ടിവിയുടെ പൊസിഷനിലൊക്കെ വെച്ചിരിക്കുന്ന കാണിക്കുന്നതിന് മുന്നേ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇത് മറൈൻ പ്ലേ ലാമിനേഷൻ ആണ്. ഇത് സ്കോർ ട്യൂബിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. സ്കോർ ട്യൂബ് ചെയ്തു വരികയാണ്. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ആരായാലും വളരെ അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേകതയുണ്ട്. കാണുമ്പോൾ തന്നെ അവിടുന്ന് റോഡിൽ നിന്ന് നേരെ നോക്കുമ്പോൾ തന്നെ ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ടിവിയുടെ പൊസിഷൻ പോയിരിക്കുന്നത് കേട്ടോ. ടി വി പൊസിഷൻ ഇവിടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സോഫ സെറ്റ് പോയിരിക്കുന്നത്. ഈ സോഫ സെറ്റ് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്ലൂ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ രണ്ട് വിൻഡോ ഇപ്പുറത്ത് വരുന്നുണ്ട്. ഈ ടി വി പോയിരിക്കുന്ന സ്റ്റാൻഡ് തന്നെ വളരെ മനോഹരമായിട്ട് നല്ല ക്ലാസ് മോഡലുമാണ് അത് ചെയ്തു പോയിരിക്കുന്നത്. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഓപ്പൺ കിച്ചണിലോട്ട് പോകാം. ഇതാണ് ഓപ്പൺ കിച്ചൺ. 3 ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മോഡൽ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നാനോ ബ്ലാക്ക് ആണ് കേട്ടോ. നാനോ ബ്ലാക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള, എന്നാ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ടൈലാണ്. നാനോ ബ്ലാക്കും നാനോ വൈറ്റും. ഇത് നാനോ ബ്ലാക്ക് ആണ്. അതുപോലെ ഇവിടെ ഫ്ലവേഴ്സ് 2 വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലാസസ് വെക്കുന്നതിനായിട്ടായാലും മറ്റുമൊക്കെ താണ്ടുന്ന ചെറിയൊരു സ്പേസ്, ചെറിയൊരു കബോർഡ് ടൈപ്പ് ഇവിടെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരെണ്ണം ഉണ്ട്. 2 എണ്ണമാണ് അപ്പൊ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നതിനും ഡെയിലി യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളൊക്കെ വെക്കുന്നതാണ് ഈ ഭാഗത്തോ. ഇതും കൊള്ളാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്.
ഓക്കെ, ഇതാണ് ഡൈനിങ് സ്പേസ് കേട്ടോ. ഡൈനിങ്ങിന് എടുത്തിരിക്കുന്ന ഈ സ്പേസ് വളരെ നന്നായിട്ടുണ്ട്. എന്ന് വെച്ചാല് ഒരു ഇടുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ അതിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിലാണ് കേട്ടോ ഡൈനിങ് സ്പേസ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഡൈനിങ് ടേബിളും നല്ല അടിപൊളിയാണ്. ഇപ്പോഴത്തെ ഒരു ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള ടൈപ്പ് ചെയർ അകത്തേക്ക്, അതായത് പുറത്ത് വെച്ച് അത്രയും സ്പേസ് പോകണ്ട. അപ്പം നമുക്കിന് അല്ലാതുള്ള ചെയർസ് ഒക്കെ ആണെങ്കിൽ ഇതുപോലൊക്കെ വെക്കുമ്പോൾ ഇത്രയും സ്പേസ് പോവുകയാണ്. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ആക്കിയതിനു ശേഷം ഇതുപോലെ അകത്തേക്ക് നീക്കി വെക്കുക. അത്രയും സ്പേസ് കൂടി നമുക്ക് കിട്ടുകയാണ്. അപ്പോ ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് വാഷ് ബേസിൻ്റെത്. ഇത് നാനോ ബ്ലാക്ക് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നാനോ ബ്ലാക്കിനകത്ത് സെറയുടെ വാഷ് ബേസിൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു വലിയ റിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് കേട്ടോ. അതിനകത്ത് ലൈറ്റ് സെറ്റിംഗ് ഉണ്ട്. ആ ലൈറ്റ് അത് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ ഒരു തടിയുടെ പോയിട്ട് ഒരു ഇന്റീരിയറും കാര്യങ്ങളും നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ ഒരു ചെറിയ ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് വരികയാണെങ്കിൽ ഇവിടുന്ന് ഈ ഭാഗത്തായിട്ട് ഇപ്പൊ ഒരുപാട് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരുപാട് സ്പേസുകൾ, അതായത് സ്റ്റെയറിന്റെ താഴെയൊക്കെ നമുക്ക് ചുമ്മാ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് വളരെ ഇതാക്കാതെ വളരെ സ്പേസി ആയിട്ടുള്ള രീതിയിൽ കണ്ടു നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. കാരണം നല്ല ഒതുങ്ങിയ കണക്ക് ഇരിക്കുകയും ചെയ്യും. നോക്കുമ്പോൾ വളരെ ബോറും അല്ല. വളരെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി സ്റ്റെയർ ഗ്ലാസ് ആണ് പോയിരിക്കുന്നത്. ഗ്ലാസ് ടൈപ്പ് ആണ് കേട്ടോ ചെയ്തു പോയിരിക്കുന്നത്. ഇതും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ഹൗസുകൾ നമ്മൾ കാണാറുണ്ട് ഗ്ലാസ് ടൈപ്പ്. വളരെ നന്നായിട്ട് തന്നെ അത് അവര് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം. വളരെ നല്ല രീതിയിലാണ്. ബെഡ്റൂം സൈസ് നമുക്ക് അറിയില്ല എത്ര ആണുള്ളത്. പക്ഷെ എന്താ പറയാ, നല്ല സ്പേസ് ഉണ്ട്. ഒരു ഇടുക്ക് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ തുണികൾ വെക്കാനും മറ്റ് കോസ്മെറ്റിക്സ് ഐറ്റംസ് മറ്റുമൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സൈഡിലായിട്ട് ഒരു കബോർഡ് ഉണ്ട്. ഇവിടെ എല്ലാം ഞാൻ കണ്ടത് ബ്ലാക്കിലാണ് കബോർഡായിട്ട് എല്ലാം ചെയ്തു വരുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഒരു മിററോട് കൂടിയിട്ടുള്ള നല്ലൊരു കമ്പോസിറ്റിയാണിത്. അതുപോലെ തന്നെ ഇതാണ് ടോയ്ലറ്റ്. അകത്തുള്ള ടോയ്ലറ്റ് ഇതാണ്. ഓക്കെ, അടിപൊളി കിഡ്സ് റൂമാണ് കേട്ടോ. ഇത് ഇവിടുത്തെ കുട്ടികളുടെ റൂമാണ്. ഇതാണ് സെക്കൻഡ് റൂം. ഓക്കെ, ഡ്രസ്സ് മറ്റു കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് ഒരു കബോർഡ് റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. സൈഡിലായിട്ട് ഒരു ചെറിയ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ചെയർ, ചെറുതായിട്ടുള്ള കബോർഡിൽ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് വളരെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് ഒരു പോർഷൻ പോകുന്നുണ്ട്. അവരുടെ യൂണിഫോം കാര്യങ്ങള്, അതുപോലെ തന്നെ ബുക്സ്, ഇതെല്ലാം ഇവിടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് വളരെയധികം നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളെ റൂമിൽ തന്നെ ഇതെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നതിനേക്കാളും വളരെ നന്നായിട്ട് തന്നെയാണ് ഒരു ചെറിയൊരു സ്പേസ് കൊടുത്ത് അവരുടെ സാധനങ്ങളെല്ലാം വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോ എന്താ പറയാ, അത് കൊള്ളാം. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. ഒരു സ്പേസ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. കൊള്ളാം. ഓക്കെ, ഈ ഭാഗത്തായിട്ട് ഒരു റൂം കൂടി ഉണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇവിടെയും ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു കബോർഡ് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ റൂമുകളിലും ഉണ്ട് കേട്ടോ ഇത്. അതുപോലെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറയാ, ഓക്കെ ബാത്റൂം. ഓക്കെ, ഇതാണ് ടോയ്ലറ്റ്. ഓക്കെ, ഇനി നമുക്ക് മുകളിലത്തെ റൂമിലോട്ട് പോകാം കേട്ടോ. മുകളിൽ റൂംസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെയായിട്ട് തന്നെ എന്താ പറയാ, നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ സീബ്ര കർട്ടൺ വരുന്നുണ്ട്. ഇതിന് ഈ ഭാഗത്തായിട്ട് ചാടി വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ചാടി പുറത്ത് നോക്കാൻ തന്നെ നല്ലൊരു വ്യൂ ആണ്. ഓക്കെ, മുകളിൽ ഒരു റൂം.
2500 സ്ക്വയർ ഫീറ്റിൽ വെച്ചിരിക്കുന്ന ഈ ഒരു വീടിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 55-നും 60-നും ഇടയ്ക്കാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ 12 സെന്റ് വസ്തുവിലാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത്. അപ്പോ ഈ ഒരു വീട് നമ്മൾ പുതിയതായിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ ഹൗസിന്റെ ഒക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള എന്താ പറയാ ഡിസൈൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്യും അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പുതിയതായിട്ട് വെക്കുന്ന ഒരു വീട്ടിലേക്ക് അതെല്ലാം കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൗസിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ചാനലിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. ഓക്കെ, ബൈ.